എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദി രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? പരിശ്രം. ഇതിനു മുമ്പുള്ള യൂണിറ്റിൻ്റെ എല്ലാ 2 പാഠത്തിൻ്റെയും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളം എക്സ്പ്ലനേഷനും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ചിത്രം കാണാം അല്ലേ? ഗാന്ധിജിയുടെ ചിത്രമാണ് ഉള്ളത്. ഗാന്ധിജി ഒരു യാത്രയാണ്, സ്വാതന്ത്ര്യ സമര കാലത്തെ ഒരു ചിത്രമാണ് അത്. അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു ജാഥയാണ് അല്ലേ? ജാഥയ്ക്ക് പുറകെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണ്? ഇവരുടെ കഠിന പ്രയത്നത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ ഗാന്ധിജി ഈ ചിത്രം നോക്കൂ. കുച്ച് ലോഗ്, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. കുച്ച് ലോഗ് സഫലതാക്കോ കേവൽ സപ്നെ ദേഖ്തേ ഹേ. കുറച്ച് ആളുകൾ, സഫലത എന്ന് പറഞ്ഞാൽ എന്താ? വിജയം. സഫലത എന്ന് പറഞ്ഞാൽ വിജയം. കുറച്ച് ആളുകൾ, സഫലത എന്ന് പറഞ്ഞാൽ വിജയം അല്ലെങ്കിൽ സക്സസ്. കുറച്ച് ആളുകൾ സഫലതയ്ക്ക് കേവൽ സപ്നെ ദേഖ്തേ ഹേ. നമുക്ക് സക്സസ് ആവണം, നമുക്ക് വിജയിക്കണമെന്ന് വെറുതെ സ്വപ്നം കാണുക മാത്രമേ ചെയ്യൂ. ജബ്കി അന്യ വ്യക്തി ജാഗ്തേ ഹേ ഓർ കഠി മെഹനത്ത് കർത്തേ ഹേ. എന്നാൽ മറ്റുള്ളവരെന്താണ്? ഉണർന്ന്. ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണർന്നിരിക്കുക. ജാഗിന എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക. അപ്പം മറ്റുള്ള ആൾക്കാരെന്താണ്? ജാഗ്രത ഓർ കടി എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിനമായ മെഹനത്ത് എന്ന് പറഞ്ഞാൽ പരിശ്രമം, ഹാർഡ് വർക്ക്. മറ്റുള്ളവർ കഠിനമായി പ്രയത്നിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, നമുക്ക് അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പ്രയത്നമാണ്, ഹാർഡ് വർക്കാണ് സക്സസ്സിന് ബേസ്. ഹാർഡ് വർക്ക് ഇല്ലാതെ വെറുതെ ഡ്രീം ചെയ്തിട്ട് എന്ത് കാര്യമില്ല. നമുക്കൊരിക്കലും എന്ത് കിട്ടില്ല? സക്സസ് കിട്ടില്ല, നമുക്ക് വിജയം കിട്ടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമം ചെയ്യണം. ഓക്കെ, അതാണ്. നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഏക് രാജാക്കെ 3 ബേട്ടിയാം. ഒരു രാജാവിനെ, ഏക് രാജാക്കെ 3 ബേട്ടിയാൻ തീ. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. ബേട്ടിയാൻ തീ, 3 പുത്രിമാർ, ഡോട്ടേഴ്സ് ഉണ്ടായിരുന്നു. തും ചാഹോത്തോ. ഈ കഥയിൽ ഉസ് രാജാക്ക് 4 ബേട്ടിയാം ബി ഹോ സക്തി ഹേ ഇസ് കഹാനി മേ. അപ്പോൾ ഈ കഥയിൽ രാജാവിന് 4 പുത്രിമാർ ഉണ്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം. അല്ലെങ്കിൽ രാജാവിന് 3 പുത്രിമാരാണ്, ഇനി 4 പുത്രിമാരാണ് ഉള്ളത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം. രാജാനെ ഉൻസെ പൂച്ചാക്കി. രാജാവ് അവരോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഉനെ കിത്നാ പ്യാർ കർത്തേ ഹേ. രാജാവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അവരോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. പഹലിനെ കഹ, ആദ്യത്തെ ആൾ പറഞ്ഞു. പഹലിനെ കഹ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ പറഞ്ഞു. मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है. സൂരജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൺ, സൂര്യനാണ്. സൂരജ് എന്ന് പറഞ്ഞാൽ സൺ, സൂര്യനാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? സൂര്യൻ എത്രമാത്രം വലുതാണോ അത്രമാത്രം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്താ പറഞ്ഞത്? മേ തുമാര ഉത്തിന സാര പ്യാർ കർത്തി ഹും ജിത്തിന ബഡാ സൂരജ് ഹേ. വലിയ സൂര്യൻ എത്രമാണോ, അല്ലെങ്കിൽ സൂര്യൻ എത്രമാത്രം വലുതാണോ അത്രയും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് ആദ്യത്തെ കുട്ടി പറഞ്ഞത്. പെഹലി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ. അപ്പോൾ രാജാനെ എന്തു പറഞ്ഞു? രാജാനെ ഖുഷി സേ സിർ ഹിലാദിയ. രാജ ആ സന്തോഷം കൊണ്ട്, ഖുഷി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം, ഹാപ്പിനെസ്. സിർ ഹിലാദിയ എന്ന് പറഞ്ഞാൽ തലകുലുക്ക, തലങ്ങനെ സന്തോഷം കൊണ്ട് തലകുലുക്കി. ദുസ്രീനെ കഹ, പിന്നെ രണ്ടാമത്തെ ആൾ ദുസ്രി എന്ന് പറഞ്ഞ, പഹലി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ, ദുസ്രി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൾ. ദുസ്രീനെ കഹ, രണ്ടാമത്തെ ആൾ പറഞ്ഞു. മേ തുമിന ഉത്തിനാ ചാത്തി ഹും ജിത്തിനെ ചാന്ദ് സിത്താര ആസ്മാൻ മേ ഹേ. അപ്പോൾ രണ്ടാമത്തെ ആൾ എന്താ പറഞ്ഞത്? ആകാശത്തിൽ എത്രമാത്രം നക്ഷത്രങ്ങളുണ്ടോ അത്രയും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന്. ചാന്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ. സിത്താര എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പോൾ എന്താ പറഞ്ഞത്? മേ ഉത്തിനാ ചാത്തിഹും ജിത്തിനെ ചാന്ദ് സിത്താരെ ആസ്മാൻ മേ ഹേ. ആകാശത്ത് എത്രമാത്രം നക്ഷത്രങ്ങളുണ്ടോ അത്രമാത്രം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. രാജാനെ ഖുഷി സി സിർഹിലാലെ. രാജാവ് സന്തോഷം കൊണ്ട് തല കുലുക്കി. എന്നിട്ട് തിസ്രി ബേട്ടിക്ക് തലഫ് ദേക്ക, മൂന്നാമത്തെ കുട്ടിയെ നോക്കി.
തിസ്രി ചുപ്പ് കടീത്തി. ചുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിണ്ടാതെ ഇരുന്ന്. ചുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മിണ്ടാതെ ഇരിക്കുക. മൂന്നാമത്തെ ആൾ മിണ്ടാതെ ഇരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, വഹു ബോലി, എന്നിട്ട് പറഞ്ഞു, മേ തുമേ ഗാനേമേ നമക് ജിത്തിന പ്യാർ കർത്തേ ഹെ. ഞാൻ താങ്കളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഭക്ഷണത്തിൽ ഉപ്പ് പോലെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നാണ് ആ മൂന്നാമത്തെ കുട്ടി പറയുന്നത്. കഹാനി ലംബി ചൽത്തി ഹെ. ഈ കഥ വളരെ നീണ്ടു പോകുകയാണ്. കഥ അങ്ങനെ നീണ്ടു പോകുകയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോറി. പെഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ത് നഹി ആത്ത. എല്ലാവരും സൂര്യനെ പോലെയാണ് ഇഷ്ടമാണ് ആദ്യത്തെ ആൾ പറഞ്ഞു. രണ്ടാമത്തെ ആൾ ആകാശത്തിൽ എത്രത്തോളം നക്ഷത്രങ്ങളുണ്ട് അത്രയും അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആളോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഭക്ഷണത്തിൽ ഉപ്പ് പോലെയാണ് ഞാൻ താങ്കളെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ആദ്യം ആ ജവാബ് എന്ന് പറഞ്ഞാൽ ആ ഉത്തരം, ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം. പസന്ത് നെഹിയായ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, പസന്ത് നെഹി എന്ന് പറഞ്ഞാൽ ഇഷ്ടമായില്ല. പർ കഹാനിക്ക് അന്തമേ, പക്ഷെ കഥയുടെ അവസാനം എന്താണ്? വഹ് രാജ ഖാനേമേ തഥാ ജീവൻമേ നമുക്ക് മഹത്ത് സമച്ച് ജാതാ ഹേ. അപ്പോൾ കഥയുടെ അവസാനം ജീവിതത്തിലും അതേപോലെ ഭക്ഷണത്തിലും ഉപ്പിനുള്ള പ്രാധാന്യം കഥയുടെ അവസാനം രാജാവിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. തബ അപ്നി ചോട്ടി ബേട്ടിക്ക് പ്യാർക്കി ഗഹരായിക്കോ സമച്ഛതാത്ത. അപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ ഇളയ പുത്രിയുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്. ബേട്ടിക്ക് പ്യാർക്കി ഗഹരായി എന്ന് പറഞ്ഞാൽ ഡെപ്ത്, എത്രത്തോളം സ്നേഹം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. തബ അപ്നി ചോട്ടി ബേട്ടിക്ക് പ്യാർക്കി ഗഹരായിക്കോ സമച്ഛത. ഓക്കെ, ഇനി അടുത്ത നോക്കാം. തും ധ്യാൻസി പഠോത്തോ, നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ. പഠോത്തോ പാവോങ്കി യഹ് കഹാനി ന തോ രാജാ കി ഹേ. ഈ കഹാനി, ഈ കഥ രാജാവിനെ കുറിച്ചോ ന ഉസ്കി പസന്ത് കി, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചോ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? നമുക്കത് നമ്മുടെ ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് ഒരു രാജാവിൻ്റെ കഥയൊന്നുമല്ല. പിന്നെ എന്തിനെ പറ്റിയിട്ടുള്ളതാണ്? യഹ് കഹാനിക്ക് ഉസ്കി ബേട്ടിയാങ്കെ ബാരമേ ഹേ, അദ്ദേഹത്തിൻ്റെ പുത്രിമാരെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ ഞാൻ ഉൻകെ കഹനയ്ക്ക് ബാരമേ, ആ പുത്രിമാർ പറഞ്ഞതിനെ കുറിച്ചും ഒന്നുമല്ല. വഹ് നമക്ക് കഹാനി ഹേ, ഇത് എന്തിൻ്റെ കഥയാണ്? ഇത് ഉപ്പിൻ്റെ കഥയാണ്. നമുക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പാണ്. ഇത് എന്തിൻ്റെ കഥയാണ്? നമുക്ക് കി കഹാനി ഹേ, നമുക്ക് കി കഹാനി ഹേ, ഉപ്പിൻ്റെ കഥയാണ്. മഹാത്മാഗാന്ധിനെ ബി ഏക്ക് നമക്ക് കഹാനി ലിഖീത്തി. മഹാത്മാഗാന്ധിയും ഒരു ഉപ്പിനെ കുറിച്ച് ഒരു കഥ എഴുതിയിട്ടുണ്ട്. വഹ് കഹാനി ഉനോനെ ബോൾക്കർ നെഹി ലിഖി. ആ കഹാനി അദ്ദേഹം ഒരിടത്ത് ഇരുന്ന് എഴുതിയതല്ല. വഹ് കഹാനി ഉനോനെ ചൽക്കർ ലിഖി തീ. ആ കഹാനി അദ്ദേഹം നടന്നുകൊണ്ട് എഴുതിയതാണ്. ഒരു ഉപ്പിൻ്റെ കഥ നമ്മുടെ മഹാത്മാജിക്കും പറയാനുണ്ട്. അത് അദ്ദേഹം ഒരു സ്ഥലത്ത് ഇരുന്ന് എഴുതിയല്ല. അദ്ദേഹം മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, മൈലുകളോളം താണ്ടി എഴുതിയ കഥയാണ്. അതെന്താണെന്ന് നമുക്കറിയാം. വഹ് കഹാനി ഉനോനെ സൈക്കഡോ മേൽ ചാക്കർ ലിഖീത്തി. ഈ കഹാനി അദ്ദേഹം സൈക്കഡോം, നൂറുകണക്കിന്, സൈക്കഡോം എന്ന് പറഞ്ഞാൽ എന്താ? നൂറുകണക്കിന് മൈലുകൾ നടന്നുകൊണ്ട് എഴുതിയതാണ്. വഹ് ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോനെ ലിഖീത്തി. വഹു ഉൻകെ സാത്ത് ചൽ രഹേ, അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിരുന്ന നമ്മുടെ രാജ്യമൊട്ടാകെയുള്ള ആളുകൾ എഴുതിയ കഥയാണ്. वह उनके साथ चल रहे देश भर के लोगों ने लिखी थी। वे सब हमारे देश में अंग्रेज़ों के द्वारा की जा रही अंधाधुंध लूट से चिंतित थे। वो सब हमारे देश में अंग्रेज़ों എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷുകാർക്ക് എതിരെ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ നടത്തിയ അന്ധാധുന്ത് എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായ ലൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കവർച്ച, കൊള്ള. നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ നടത്തിയ അനിയന്ത്രിതമായ കൊള്ളയെക്കുറിച്ച് ചിന്തിത്തേ, ഉത്കണ്ഠയുള്ളവരായിരുന്നു. ചിന്തിത്തേ എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി, ഉത്കണ്ഠയുള്ളവരായിരുന്നു. ജോ ഹമാരെ ദേശ് കെ അംഗ്രോസോ കെ ചങ്കുൽ സെ ചുടാനാ ചാത്തേ. ഈ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിനെ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു. ചങ്കുൽ എന്ന് പറഞ്ഞാൽ പിടി, ചുടാന എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. ജിനോനെ ഭാരത് ദേശ് കോ നയി തരഹ് സെ ചലാനെ കി സപ്ന ആഖോം സെ മേലിയാത്ത. ഇവരെല്ലാം തന്നെ ഭാരതത്തെ പുതിയ
പുതിയ രീതിയിൽ നയി എന്ന് പറഞ്ഞാൽ പുതിയ രീതിയിൽ മുമ്പോട്ട് നയിക്കണമെന്ന സ്വപ്നം, മുമ്പോട്ട് ചലാനേക്ക സ്വപ്നം മുമ്പോട്ട് നയിക്കണമെന്ന സ്വപ്നം കണ്ണുകളിൽ നിറച്ചവരായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. उन दिनों അംഗ്ലേസോനെ ആ കാലങ്ങളിൽ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ നമുക്കെന്ന് പറഞ്ഞാൽ ഉപ്പിന് ടാക്സ് നികുതി ചുമത്തിയിരുന്നു. ഇസിസെ നമുക്ക് ബഹുത്ത് മഹങ്കാ ഹോ ഗയാത്ത, അതുകൊണ്ട് എന്താണ് ഉപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വില കൂടിയ, മെഹങ്ക എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ഐറ്റം, മെഹങ്ക എന്ന് പറഞ്ഞാൽ വില കൂടിയ ഒരു സാധനമായി തീർന്നു. അതായത് ബ്രിട്ടീഷുകാർ ഉപ്പിന് നികുതി ചുമത്തിയത് കാരണം ഉപ്പിന് വില വളരെ കൂടുതലായിരുന്നു. ഉൻ ദിനോ അംഗ്ലോസോനെ ഭാരതമേ നമക് പർ ടാക്സ് लगा रखा था, इससे नमक बहुत महंगा हो गया था. अंग्रेज़ों ने भारत के लोगों की खुद नमक बनाने से रोक रखा था. എന്നാൽ ഇംഗ്ലീഷുകാർ എന്താ പണി ചെയ്തത്? സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കുന്നതിന് ഭാരതത്തിലുള്ള ആൾക്കാരെ, ഇന്ത്യക്കാരെ എന്തായിരുന്നു, വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്താണ്? രോക്ക് രക്കാത്ത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അഗർ കോയി അപ്നെ ഹി സമുദ്ര കെ പാനി സെ നമക് ബനാത്ത ഉസേ സസാ ഓ ശക്തി ഹെ. ആരെങ്കിലും അങ്ങനെ ഉപ്പ് നിർമ്മിച്ചാൽ അവർക്ക് എന്ത് ലഭിക്കുമായിരുന്നു? സസ, പണിഷ്മെൻറ്റ്. സസ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ് ലഭിക്കുമായിരുന്നു. ഇനി ഒരു ചോദ്യം ഉണ്ട്, അത് നമുക്ക്. ഗാന്ധിജി ഗാന്ധിജി വർഷങ്ങൾക്ക് മുമ്പ്, സാൽ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് അപ്പിനെ കുച്ച് സാത്യം സ്വന്തം അനുയായികളോടൊപ്പം, സാത്യം എന്ന് പറഞ്ഞാൽ അനുയായികളോടൊപ്പം, സാത്യോം കെ സാത്ത് അഹമ്മദാബാദിൽ നിന്നും പൈതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽനട. ദണ്ഡി നാം കെ സമുദ്ര കെ കിനാരെ ഗാവ് ചൽപ്പടെ. ദണ്ഡി എന്ന് പേരായ ദണ്ഡി കടപ്പുറത്തെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. എങ്ങനെയാണ് എത്തിച്ചേർന്നത്? പൈതൽ കാൽനടയായി ദണ്ഡി നാം കെ സമുദ്ര കെ കിനാരെ ഗാവ്, സമുദ്രക്കിനാരെ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരത്ത് എത്തിച്ചേർന്നു. വേ കഹാൻ ജാക്കർ സമുദ്ര കെ പാനി സെ ഖുദ് നമക് ബനാക്കർ അംഗ്ലേസോं का काला कानून तोड़ना चाहता था. അദ്ദേഹം എന്തിനാണ് അവിടെ ചെന്നത്? അവിടെ ചെന്ന് സമുദ്രജലത്തിൽ നിന്ന് വഹാൻ ജാക്കർ സമുദ്ര കെ പാനി സെ, സമുദ്രജലത്തിൽ നിന്ന് ഖുദ് നമക് ബനാക്ക, സ്വന്തമായി ഉപ്പ് നിർമ്മിച്ച് അംഗ്ലേസോं का കാലാ കാനൂൻ, കാല എന്ന് പറഞ്ഞാൽ എന്താണ്? കറുപ്പ്. കാലാ കാനൂൻ എന്ന് പറഞ്ഞാൽ നിയമം, കറുത്ത നിയമത്തെ തോടിനാ ചാത്തയത്തെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എന്താണ്? വഹാൻ ജാക്ക സമുദ്ര കെ പാനി സെ ഖുദ് നമക് ബനാക്ക അംഗ്ലേസോं का काला कानून तोड़ना चाहते थे. ഗാന്ധിജി 3 ഹഫ്തോं से भी अधिक पैदल चलते रहे. അദ്ദേഹം 3 ആഴ്ചയിൽ കൂടുതൽ കാൽനടയായി യാത്ര ചെയ്തിരുന്നു. 3 ഹഫ്ത എന്ന് പറഞ്ഞാൽ വീക്കാണ്, ഹഫ്ത എന്ന് പറഞ്ഞാൽ വീക്ക്. ഓക്കെ, ഉൻകെ സാത്ത് ദേശ് ഭർ സെ ലോഗ് ആക്കർ ജുർത്തെ ഗയ. അദ്ദേഹത്തിൻ്റെ കൂടെ ദേശ് ഭർ സെ, രാജ്യമൊട്ടാകെയുള്ള ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കുചേർന്നു. ആക്കർ ജൂർത്തെ ഹുയ, പങ്കുചേർന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇസ് തരഹ് ജബ് വേ ദണ്ഡി പഹുജെ. അങ്ങനെ അദ്ദേഹം ദണ്ഡിയിൽ എത്തിച്ചേർന്നപ്പോൾ ഉൻകെ സാത്ത് ഹസാരോ, അവിടെ എത്ര ആളുണ്ടായിരുന്നു? ആയിരക്കണക്കിന്. കൂടെ നടന്നത് സൈക്കടവും 100 കണക്കിനാണെന്ന് വെച്ചാൽ അവിടെ എത്തിച്ചേർന്നത് ഹസാരോ ലോകത്തെ, അവിടെ എത്തിച്ചേർന്നപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു. ജോ സമുദ്രക്കെ പാനിമേ ഹുലേ നമക്ക്, അവരെല്ലാം എന്താ ചെയ്തിരുന്നത്? ഉപ്പ് നിയമം, സമുദ്രജലത്തിൽ അലിഞ്ഞിരുന്ന ഉപ്പ് ബാഹർ ലേക്കർ അംഗ്ലോസോं का कानून तोड़ना चाहते थे. അവരെല്ലാം എന്താ ചെയ്തിരുന്നത്? സമുദ്രജലത്തിൽ അലിഞ്ഞിരുന്ന ഉപ്പ് പുറത്ത് കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരുടെ നിയമം തോട്ന ചാത്തത്തെ, ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇസ്സെ ഭാരത് പർ അംഗ്ലേസോं की पकड़ ढीली पड़ती. അങ്ങനെ ഭാരതത്തിൻ്റെ മേൽ ബ്രിട്ടീഷുകാരുടെ പിടിയായിരുന്നു. രാസ്തമേ കൈ ഗാവ് പടേ, വഴിയോരങ്ങളിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ഗാന്ധിജി ഓർ ഉൻകെ സാത്തി ജഹാം ഭി രുക്തെ ഗാവ് വാലെ ഉന്നെ പൂരെ മൻ
സേ ഖാന ഖിലാത്തെ. അപ്പോൾ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ പോകുന്ന വഴിക്കുണ്ടായിരുന്നു. ഗാന്ധിജി ഓർ ഉൻകെ സാത്തി, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ജഹാംബി രുക്തി, എവിടെയൊക്കെ നിന്നോ ഗാവാലെ ഉനെ, എല്ലാ സ്ഥലത്തും പൂരെ മനസ്സേ ഗാന ഖിലാത്തെ, എല്ലാവരും എല്ലാ സ്ഥലത്തും നിറഞ്ഞ മനസ്സോടെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിരുന്നു. അവർക്ക് നിറഞ്ഞ മനസ്സോടെ ഭക്ഷണം നൽകി. വേ സബി ലോഗ് രാത് കിസി ഗാവമേ കാട്ടെ ഓർ സുബ ഫിർ ചൽപടുത്തി. അവരെങ്ങനെയായിരുന്നു? രാത്രി ആയിരുന്നപ്പോൾ എവിടെയെങ്കിലും കഴിച്ചു കൂട്ടിയിട്ട് രാവിലെ ആകുമ്പം വീണ്ടും യാത്ര തുടരുമായിരുന്നു. दंडी पहुँचते ही सभी को समुद्र का आसमान तक फैला विस्तार दिखा. അപ്പം ദണ്ഡിയിലെത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും ആസ്മാൻ തക്ക് ഫൈല വിസ്താർ, അതായത് എല്ലാവർക്കും ഈ സമുദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. വിശാലമായി കിടക്കുന്ന സമുദ്രം കാണാൻ കഴിഞ്ഞു. ലഹരയിലേക്ക് തിരമാലകൾ കണ്ടു. ലഹരോമേ ചമക്ക സൂരജ് ദിക്ക, തിരമാലകളിൽ തിളങ്ങുന്ന സൂര്യനെ കണ്ടു. लहरों में चमकता सूरज दिखा. किनारों के गंडों में नमक से गाढ़ा हुआ पानी और अपने आप बना नमक दिखा. പിന്നെ എന്തെല്ലാം കണ്ടു? കിനാരേക്കെ ഖണ്ഡോമേ, കിനാരേക്കെ ഖണ്ഡോമേ എന്ന് പറഞ്ഞാൽ എന്താണ്? കിനാരേക്കെ ഖണ്ഡോം എന്ന് പറഞ്ഞാൽ സമീപമുള്ള കുഴികളിൽ, ഘട്ടം എന്ന് പറഞ്ഞാൽ കുഴികളിൽ നമക്സെ കാട്ട ഹുവ പാനി, നമക്സെ കാട്ട ഹുവ പാനി എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ സാന്ദ്രത കൂടിയ ജലം. ഓർ അപ്പിനി ആപ്പ് ബന നമക് ദിക്കായ, പിന്നെ സ്വയം ഉണ്ടാക്കിയ ഉപ്പും കാണാൻ കഴിഞ്ഞു. उन सभी को गांधी जी ने यहाँ लाकर पूरा देश को अंग्रेजों से मुक्त होने की रास्ता. അപ്പോൾ അദ്ദേഹം ഗാന്ധിജി അവരെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് നാടിനെ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മുക്തമാക്കാനുള്ള വഴി, അംഗ്രോസോസെ മുക്ത് ഹോനയ്ക്ക് രാസ്ത എന്ന് പറഞ്ഞാൽ വഴി, ദിക്കാത്തിയ, എല്ലാവർക്കും വഴി കാണിച്ചു കൊടുത്തു. ഹമാരെ ദോസ്ത് നമ്മുടെ സുഹൃത്തും ഓർ കഹാനിക്കാർ, നമ്മുടെ കഥാകാരനുമായ അനന്തമൂർത്തി കഹത്തെ ഹെ, അനന്തമൂർത്തി പറഞ്ഞിരുന്നു कि जब गांधी ने समुद्र किनारे हाथ में मुट्ठी पर नमक उड़ाया. സമുദ്രതീരത്ത് വെച്ച് എന്താണ്? സമുദ്രതീരത്ത് വെച്ച് മുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈപ്പിടിയിൽ സമുദ്രതീരത്ത് വെച്ച് കൈകൾ നിറയെ ഉപ്പെടുത്തപ്പോൾ നമക്കുണ്ടായ ഉനോനെ ദേശ് കെ ആസാദ് ഹോനേക്കാ രാസ്ത കോൽ ദിയാ ഹെ. അപ്പോൾ ഗാന്ധിജി സമുദ്രതീരത്ത് വെച്ച് ഉപ്പെടുത്തപ്പോൾ നമ്മുടെ നാട് സ്വതന്ത്രമാകാനുള്ള ഒരു വഴിയാണ് തുറന്ന് കൊടുത്തത്. मूर्ति कहते हैं कि जब गांधी जी ने समुद्र किनारे हाथ में मुट्ठी भर नमक उठाया, उन्होंने देश के आज़ाद होने का रास्ता खोल दिया. അപ്പോൾ ഗാന്ധിജി സമുദ്രതീരത്ത് വെച്ച് കൈകൾ നിറയെ ഉപ്പെടുത്ത് വെച്ചപ്പോൾ നമ്മുടെ നാട് സ്വന്തമാക്കാനുള്ള വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. മുട്ടിപ്പർ എന്ന് പറഞ്ഞാൽ കൈപ്പിടി നിറയെ, നമക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പ് ഉടായ, ഉന്നോനെ ദേശ് ആസാദ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. ഓക്കെ. 17 വർഷ ബാദ് ദേശ് സച്മുച്ച് ഉസ് രാസ്തേ പർ ചൽത്ത ഹുവ ആസാദ് ഹോ ഗയ. അവിടുന്ന് 17 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് സ്വതന്ത്രമാകുന്നത്. ഇസ് കഹാനി മേ ഓർ ഭി കഹി ഭീത്തിരി ഗുമാവ് ഹെ. ഈ കഥയിൽ വേറെയും ചില വഴിത്തിരിവുകളുണ്ട്. ഗുമാവ് എന്ന് പറഞ്ഞാൽ വഴിത്തിരിവ്. തും വഹ് സബ് ഖുദ് ഗോജോ, അതൊക്കെ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. ഖുദ് യഹ് ഗോജോ കി ഹം കിൻ കിൻ രാസ്തോ മേ അംഗ്രേസോ മേ ചങ്കുൽ സെ ഛൂട്ടേ തേ. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏതെല്ലാം വഴികളിലൂടെയാണ് നാം ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് മോചിതരായത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. നമ്മുടെ പാഠം മുഴുവനും മലയാളം എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മീനിങ്സ് നമുക്ക് വഴിയെ പറയാം. നമുക്ക് ആദ്യം 2 ചോദ്യോത്തരങ്ങളാണുള്ളത്, അത് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था और नमक पर टैक्स लगा रहा था, इसका कारण क्या होगा? അതായത് ഇന്ത്യക്കാർ സ്വന്തം ഉപ്പുണ്ടാകുന്നതിനും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ വിലക്കേർപ്പെടുത്തി. അപ്പോൾ ഉപ്പിൻ്റെ മേലെ നികുതി ചുമത്തുകയും ചെയ്തു. ഇതിൻ്റെ കാരണം എന്തായിരിക്കും എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാം.
अंग्रेजों ने भारत में नमक पर टैक्स लगा रहा था। लोग खुद समुद्र के पानी से नमक बना तो सज़ा होती थी। नमक के बिना हमारे एक दिन भी नहीं चल सकता. നമുക്ക് നമുക്കില്ലാണ്ട് ഉപ്പില്ലാണ്ട് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. इसलिए നമുക്ക് बहुत महंगा हो गया. അതുകൊണ്ട് ഉപ്പ് എന്ന് പറയുന്നത് വളരെ വില കൂടിയ വസ്തുവായി. इस तरह अंग्रेज़ों भारत को लूट रहे थे. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? 17 साल वर्ष बाद देश सचमुच उस रास्ते पर चलते हुआ आज़ाद हो गया था. उस रास्ते में मुख्य कठिनाइयाँ क्या क्या है? അപ്പം 17 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ പല വഴി കൂടി സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ നാട് സ്വതന്ത്രമായത്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ആദ്യത്തെ എന്താണ്? പ്രഥം സ്വതന്ത്ര സംഗ്രാമം, ആദ്യത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. പിന്നെ ജാലിയൻ വാലാബാഗ് ഹത്യാകാണ്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അസഹയോഗ് ആന്തോളൻ എന്ന് പറഞ്ഞാൽ നിസ്സഹരണ പ്രസ്ഥാനം. ദണ്ഡി യാത്ര, ദണ്ഡി യാത്ര. നമക് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം. ഭാരത് ജോഡോ ആന്തോളൻ, ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ഇൻ ഘടനാവോങ്കോ ക്രംസെ ലിഖെ. ഇനി കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, സംഭവങ്ങൾ തന്നിട്ടുണ്ട്, അതിനെ ക്രമത്തിൽ എഴുതാനാണ്. वे सभी लोग रात किसी गाँव में काटते और सुबह फिर चल पड़े. അവരെല്ലാവരും രാത്രി ഏതെങ്കിലും ഗ്രാമങ്ങളിൽ കഴിച്ചു കൂട്ടുകയും രാവിലെ പിന്നെയും നടന്നു പോകുമായിരുന്നു. ഇസ് പ്രകാർ ഗാന്ധിജിനെ പൂരെ ദേശ് കോ അംഗ്രേസോ സെ മുഫ്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഇങ്ങനെയാണ് ഗാന്ധിജി മുഴുവൻ ഇന്ത്യക്കാർക്കും സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നു കാട്ടിക്കൊടുത്തത്. യാത്രയ്ക്ക് ദൗരാൻ ഹസാരോ ലോഗ് ജൂട്ടെ ഹേ. യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഗാന്ധിജി പൈതൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽപടെ. ഗാന്ധിജി കാൽനടയായി ദണ്ഡി സമുദ്ര തീരത്ത് എത്തിച്ചേർന്നു. രാസ്തമേ കൈ ഗാവ് പടെ, വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. സമുദ്രക്കെ പാനീസെ നമക് ബനാക്കർ അംഗ്രേസോങ്ക കാനൂൻ തോട. അപ്പോൾ ഉപ്പ് ഉണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ കറുത്ത നിയമത്തെ ലംഘിച്ചു. അപ്പോൾ ഇതിനി നമ്മൾ ഷഫിൾ ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമ്മളത് ക്രമത്തിലാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്തെഴുതാം? ഗാന്ധിജി പൈതൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽപട. ഗാന്ധിജി ദണ്ഡി സമുദ്ര തീരത്തെത്തി. യാത്രയ്ക്ക് ദൗരാൻ ഹസാരോ ലോഗ് ജൂട്ടെ ഗയെ. രാസ്തേ മേ കൈ ഗാവ് പടെ. വേ സഭി ലോഗ് രാത് കിസി ഗാവ് മേ കാटते और सुबह फिर चल पड़े. समुद्र के पानी से नमक बनाकर अंग्रेज़ों का कानून तोड़े. इस प्रकार गांधी जी ने पूरे देश को अंग्रेज़ों के मुफ्त होने का रास्ता दिखा दिया. क्वेश्चन എന്താണ്? रपट लिखे. गांधी जी अहमद से पैदल चलकर दंडी पहुँचे. खुद नमक बनाकर अंग्रेज़ों का कानून तोड़े. इस घटना पर समाचार पत्र के लिए एक रपट तैयार करे. അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ ഘടന നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? എന്താണ്, എവിടെയാണ്, കഹാം, ക്യോ, കൈസെ, എന്തുകൊണ്ട്, എങ്ങനെ എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ എഴുതണം. പിന്നെ ശീർഷക കൊടുക്കണം. സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, അതേപോലെ ഘടനാക്ക വിവരൻ, വസ്തുനിഷ്ഠത, ദൃഷ്ടികോൺ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു റിപ്പോർട്ടിൽ എഴുതേണ്ടത്. അത് നിങ്ങൾ എഴുതിയതിനനുസരിച്ച് നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്? ഒരു ശീർഷക വേണം അല്ലേ? ഒരു ശീർഷകം വേണം, ഒരു ടൈറ്റിൽ വേണം. ലിക്കർ നെഹി ചൽക്കർ രചി ഗയി കഹാനി. പിന്നെ നമ്മുടെ സ്ഥലം എഴുതണം. എവിടെയാണ്? ദണ്ഡി. ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈതൽ ചൽക്കർ ദണ്ഡി പहुंचा. वहाँ समुद्र के पानी से नमक बनाकर अंग्रेज़ों का काला कानून तोड़ा. इसी कारण 6 मार्च 1930 को एक नई कहानी इतिहास में रची हुई. समुद्र के पानी से नमक बनाने पर सज़ा मिलती और अंग्रेज़ों ने नमक पर टैक्स लगाया. इसके खिलाफ गांधी जी ने अहिंसा ढंग से एक नए आंदोलन की शुरुआत की है. रास्ते में हज़ारों लोग आकर इसमें जुड़ते हुए. रास्ते में गांव में स्वतंत्रता सेनानियों का बड़ा स्वागत हुआ. यात्रा कल दंडी पहुंची थी. समुद्र के पानी से खुद नमक बनाकर अंग्रेज़ों ने मुफ्त होने का रास्ता दिखा दिया. അപ്പോൾ റിപ്പോർട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്തതൊരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്.
പ്രൊഫൈൽ റൈറ്റിംഗ് എന്താണ്? ഒരു പ്രൊഫൈൽ തയ്യാറാക്കി പ്രദർശനം നടത്താനാണ്. സ്വന്തം സേനാനിക്ക് പരിശ്രമിക്കെ ദിൻ ഹെ ആസാദി. സ്വന്തം സേനിക പ്രൊഫൈൽ തയ്യാർ കരെ ഓർ ആൽബം ഡിജിറ്റൽ ആൽബം ബനായെ. അപ്പോൾ ഒരു ആൽബം ഉണ്ടാക്കാനാണ്. സ്വന്തം സമര സേനാനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, അങ്ങനെ ഒരുപാട് നേതാക്കളുണ്ട്. ബാലഗംഗാധര തിലക്, സരോജിനി നായിഡു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ആൽബം തയ്യാറാക്കാനാണ്. പ്രൊഫൈൽ റൈറ്റിങ്ങിൽ നമ്മൾ ആദ്യം എഴുതുക ഗാന്ധിജിയുടേതാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഒരു ഫോട്ടോ ഒക്കെ നിങ്ങൾ ഒട്ടിക്കുക. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ എഴുതുക. हमारे राष्ट्रपिता महात्मा गांधी का पूरा नाम मोहनदास करमचंद गांधी। इनका जन्म 1816 अक्टूबर 2 को गुजरात के पोरबंदर में हुआ। उन्होंने सत्य और अहिंसा के मार्ग में चलते हुए भारत के स्वतंत्रता आंदोलन के नेतृत्व दिया। उन्हें हम प्रेम भाव से बाबूजी पुकारते हैं। 30 जनवरी 1948 को उनकी मृत्यु हुई. ഇനി നമുക്ക് അടുത്തത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് എഴുതാം. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഫൈലിൽ നിങ്ങൾ എഴുതാം. ഇതിനൊക്കെ മെച്ചപ്പെട്ട രീതി എഴുതാൻ ശ്രമിക്കുക. ഒരു ഫോട്ടോ ഒക്കെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നിങ്ങൾ വെട്ടി ഒട്ടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുക. പിന്നെ നമുക്ക് സരോജിനി നായിഡുവിനെ കുറിച്ച് എഴുതാം. സരോജിനി നായിഡുവിൻ്റെ ഒരു ചിത്രം നിങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ചിത്രം ഒട്ടിക്കുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ നമുക്ക് ഭഗത് സിംഗിനെ കുറിച്ച് എഴുതാം. ഇനിയും നിങ്ങൾക്ക് എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ചിത്രങ്ങളും അതേപോലെ വിവരങ്ങളും നിങ്ങൾ ശേഖരിച്ച് നല്ലൊരു A4 ഷീറ്റ്, നല്ലൊരു ഡിജിറ്റൽ ആൽബം അല്ലെങ്കിൽ അതൊരു ആൽബം തയ്യാറാക്കുക. ഓക്കെ.